സ്റ്റേറ്റ് സിലബസിൽ 9ാം ക്ലാസ്സിൻ്റെ മാത്സിലത്തെ ആദ്യത്തെ ചാപ്റ്ററായ പെയർസ് ഓഫ് ഇക്വേഷനിൽ പേജ് നമ്പർ 10ൽ രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ന് ചെയ്യണത് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 26 ആൻഡ് ദ ഡിഫറൻസ് ഇസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് നമ്പേഴ്സ് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സും വൈയും ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ്. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ഓക്കെ, നമുക്ക് നമ്പേഴ്സ് അറിയില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ എക്സും വൈയും ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എക്സിൻ്റെയും വൈൻ്റെയും സം എന്ന് പറയുന്നത് 26 ആണെന്നാണ്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26. അതുപോലെ ഇവരുടെ ഡിഫറൻസ് 4 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 26 ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ബേസിക്കലി 26 ആണ് അല്ലേ. നമ്മൾ ഇവിടെ ഷോർട്ടാക്കി എഴുതിയിരിക്കുകയാണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ അത് 26 തന്നെയാണ്. അതിനെ നമ്മൾ ഒരു വേറെ രീതിയിലാണ് റിപ്രസെൻറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ താഴത്ത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി 26 എഴുതാം. പ്ലസ് ഇനി എക്സ് മൈനസ് വൈ. ഇത് എഴുതുമ്പോൾ എപ്പോഴും ബ്രാക്കറ്റിലിടണം കേട്ടോ, കാരണം അത് നമുക്ക് പിന്നെ സോൾവ് ചെയ്യുമ്പോൾ ആവശ്യം വരും. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താ? 4 ആണ് അല്ലേ. അത് രണ്ടും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 26 പ്ലസ് 4 ആണ് അല്ലേ. കാരണം ഇത് 26 ആണ്, ഇത് 4 ആണ്. 26 പ്ലസ് 4 എന്ന് പറയുന്നത് 26 പ്ലസ് 4 തന്നെയാണ് അല്ലേ. ഇത് നമ്മൾ വേറെ രീതിയിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു, പക്ഷേ നമുക്ക് വാല്യൂ വരുന്നത് ഇത് രണ്ടും തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അതായത് എക്സ് പ്ലസ് വൈ, ഇവിടെ പ്ലസ് എക്സ് മൈനസ് വൈ അല്ലേ. ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് എഴുതി പ്ലസ് വൈ എഴുതി. പിന്നെ ഈ എക്സിനപ്പുറത്ത് മൈനസ് ഇല്ലെങ്കിൽ എന്താ? പ്ലസ് ആണെന്നല്ലേ അർത്ഥം. അപ്പോൾ പ്ലസ് എക്സ്. ഇവിടെ മൈനസ് വൈ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മൈനസ് വൈയും പ്ലസ് വൈയും വന്നാൽ രണ്ടും ക്യാൻസൽ ഔട്ടായി പോകും. ഓക്കെ, നമുക്ക് സെയിം വാല്യൂ നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ വാല്യൂ ക്യാൻസലാവും. അപ്പോൾ നമുക്ക് 2x ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ പ്ലസും മൈനസും വന്നതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ക്യാൻസലായി നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2x ആണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 2x ഉണ്ടല്ലോ, 2x നമ്മളിത് എന്താ ചെയ്തേ? ഈ സാധനം ഈക്വൽ ടു 26. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു 26 പ്ലസ് 4 ആണ്. 26 പ്ലസ് 4. അപ്പോൾ 2x ഈക്വൽ ടു 26 പ്ലസ് 4. 2x ഈക്വൽ ടു 30. കാരണം എന്താ? 26 4 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ആണ്. അപ്പോൾ എന്താ? എക്സ് ഈക്വൽ ടു 30/2 ഈക്വൽ ടു എന്താ? 15. 15 × 2 30 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇനി നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കാനുള്ളത്. വൈ എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ. രണ്ട് നമ്പേഴ്സിൻ്റെ നമുക്ക് സമ്മ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ 26 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 26 ആണ്. ആദ്യത്തെ നമുക്ക് സമ്മ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 26 ആണ്. അതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ കിട്ടിയിട്ടുള്ള 15 നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാം. Therefore the numbers are 15 and 11. സംശയം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. 26 6ഉം